ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സാരി വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, സ്വന്തമായി ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡമ്മികളിലൊക്കെ ഇങ്ങനത്തെ മോഡൽസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടുകയാണെങ്കിൽ, ഒരെണ്ണോ രണ്ടെണ്ണമൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടുകയാണെങ്കിൽ, രണ്ട് തരം സൈസുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടുകയാണെങ്കിലൊക്കെ നമുക്ക് നല്ലൊരു വരുമാനം തന്നെ നേടിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നമ്മുടെ ആ ഷോപ്പിലേക്ക് തയ്ക്കാൻ തരുന്ന ആൾക്കാർ അവർക്കും കിട്ടും, അവർക്ക് ആ ഡെമ്മിയും ഇടുന്ന ഐറ്റം ഇഷ്ടമാവുകയാണെങ്കിൽ അവർ ആ രീതിയിലും നമുക്ക് നല്ലൊരു വരുമാനം അത് നമ്മൾ തന്നെ തുണിയെടുത്തിട്ട് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ റേറ്റ് നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ബൊട്ടീക്കുകളിൽ ഷോപ്പുകളിലൊക്കെ നമുക്ക് കൊണ്ടുപോയി കൊടുത്താൽ ചില കടകളിലൊക്കെ നമ്മൾക്ക് കൊടുത്തു കഴിഞ്ഞ് എടുക്കുന്നവരുണ്ട്. അവർക്ക് അതുപോലെ സ്റ്റുഡിയോയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പല സൈസുകളിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല പല മോഡലിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്വന്തം ഷോപ്പിലാണെങ്കിലും ഇതുപോലെ കുറച്ച് ഡെമ്മികളിലൊക്കെ ആക്കിയിട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ടൊരു സാരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാരിയുടെ രണ്ട് സൈഡിലും ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം മുകൾ ഭാഗത്തേക്ക് ഇതിങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് നിൽക്കുന്നത് പോലത്തെ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഒരു ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. മോൾ ഭാഗത്തേക്ക് മാത്രം ഇടണം. താഴെ ഭാഗത്തേക്ക് നമുക്ക് ഇതിന് തന്നെ ഡബിളായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ലൈനിങ് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ആ സാരിയുടെ തന്നെ ഡബിളായിട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ലൈനിങ് കൊടുക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ സാരി വെച്ച് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അല്ല നമ്മളത് സെയിൽ ചെയ്യാനാണെങ്കിൽ ലൈനിങ് എടുക്കണം, അത്ര തന്നെ ലൈനിങ് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ആലില ഷേപ്പിൽ വരുന്നൊരു നെക്കാണ് നമ്മൾ എടുക്കുന്നത്. സൈഡ് ഷോൾഡറായിട്ട് നമ്മൾ 2.25 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ലൈനിങ് ഇട്ടിട്ടുള്ള രീതിയിലാണ് നെക്ക് വരുന്നത്. പ്ലസ് ഇതിനോടൊപ്പം ഇത് ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് ലൈനിങ് ഇട്ടാലും നമുക്ക് കുറച്ചുകൂടി നെല്ലടിക്കുന്നത് പോലത്തെയാണ് കേട്ടോ. കഴുത്തൊക്കെ ചെയ്യുമ്പോൾ അത് കഴുത്തിൻ്റെ ഭാഗമൊക്കെ എടുത്ത് കാണിക്കും, ലൈനിങ് ഉണ്ടെങ്കിലും എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ക്ലോത്ത് കൂടി വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ആ ഒരു ഐഡിയ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യും. തയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടുന്ന ഐഡിയ നമ്മളിതിനകത്ത് കാണിക്കുന്നു കേട്ടോ. ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും നമ്മൾ ഇങ്ങനെ നല്ല മെറ്റീരിയൽ പ്ലസ് ലൈനിങ് പ്ലസ് ഒരു എക്സ്ട്രാ ക്ലോത്ത് അങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന് കഴുത്തിന് പെർഫെക്ഷൻ കിട്ടുന്നത്. പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ അളവിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ അളവല്ല, എൻ്റെ അളവിനല്ല കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്, വേറൊരാളാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കുഴിച്ച് കെട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ മെറ്റീരിയൽ ഡ്രസ്സൊക്കെ ഭാഗം യോക്ക് പാർട്ട് നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൻ്റെ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് കടത്തി വയ്ക്കണം. അതുപോലെ നമുക്ക് കറക്റ്റ് എത്രത്തോളം ലെങ്ത്ത് വേണ്ടതെന്ന് അതിന് ശേഷം താഴെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചസ് കൂടി ഒരു ഷേപ്പ് ആക്കും വേണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾക്ക് കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കുക. ഇനി ഇതിന് ശേഷം നമുക്ക് എപ്പോഴും സ്ലീവ് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കാൻ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇതെപ്പോഴും നോക്കി വെക്കുക കേട്ടോ. ഇതിപ്പോൾ 7.25 ഇങ്ങനെ ചെരിഞ്ഞ് കിട്ടുന്ന അളവ്. സ്ട്രെയിറ്റ് ആയിട്ട് അളവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 6.25 എടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 6.25 നമ്മൾ സ്ക്വയർ എടുത്ത് വരച്ച് താഴ്ത്തി അങ്ങനെ വരച്ചത്. എന്നിട്ട് അതിൽ ആ ലൈനിലാണ് നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ പോയിൻ്റൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ലൈനിങ് ചെയ്യുമ്പോൾ ലൈനിങ് ഇട്ടിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഇതുപോലെ നമ്മൾക്ക് ആം ഹോളിൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ, ഈ സ്ലീവ് വെക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അത് നല്ലോണം എക്സ്പീരിയൻസ് അല്ലാത്ത എല്ലാവരും നമ്മളിതുപോലെ കുറച്ച് കൂടുതൽ എടുക്കണം. നമ്മൾ തുടക്കം മുതലേ നമ്മളിങ്ങനെ ഈ ഭാഗം കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമ്മൾ തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഒരു ശീലമായതുകൊണ്ട് നമ്മൾ എല്ലാ കാലത്തും നമ്മളത് അങ്ങനെ എടുക്കാറുണ്ട്. വളരെയധികം വളരെ കൂടുതൽ പേര് മാത്രമാണ് കറക്റ്റ് ലൈനിങ് മെറ്റീരിയലിൻ്റെ കറക്റ്റ് ആ ഒരു അതേ അളവിൽ തന്നെ നല്ല ക്ലോത്തും കൂടിയും കട്ടിക്കുന്നവരുള്ളൂ കേട്ടോ. അതങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കുറച്ച് സൈഡ് എങ്ങാനും നീങ്ങിപ്പോയ അളവ് മാറ്റം വന്നു താഴെ ഭാഗത്ത് ലൈനിങ് ഇല്ലാത്ത രീതിയിൽ കയറി ഇറങ്ങി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഭാഗം സൈഡുകൾ ആംഹോളിൻ്റെ ഭാഗം എപ്പോഴും നമ്മൾ കുറച്ച് കൂടുതലിട്ടിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒരു 1/2 ഇഞ്ചസോ ഒരു 1/4 ഇഞ്ചോ കുറച്ച് കൂടുതലിട്ടിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തു. പിന്നെ കഴുത്തിൻ്റെ ഭാഗം കറക്റ്റ് ഒപ്പാക്കിയിട്ടാണ് വെച്ചേക്കണം കേട്ടോ.
കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റ് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ഒപ്പായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നല്ല വശത്ത് നല്ല തുണി ആദ്യം ടേബിളിൻ്റെ മുകളിലേക്ക് ഇട്ട് നല്ല വശം വരുന്ന രീതിയിൽ, അതിനുശേഷം എക്സ്ട്രാ ക്ലോത്ത് എടുക്കുന്നുണ്ടല്ലോ നമ്മൾ കഴുത്തിൻ്റെ അവിടെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഈ ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയലിൻ്റെ കഴുത്തൊക്കെ നല്ല ഭംഗിക്ക് നിൽക്കാൻ വേണ്ടി ചെയ്യുന്നൊരു അടിയിൽ ഒരു പ്രാവശ്യം കൂടി എക്സ്ട്രാ ക്ലോത്ത് ഇട്ടു. അതിനുശേഷം മുകളിലാണ് നമ്മൾ കഴുത്ത് വരച്ചത്, ലൈനിങ്ങിലാണ് നമ്മൾ കഴുത്ത് വരച്ചത്. ലൈനിങ്ങിലാണ് ഒറിജിനൽ മെഷർമെൻറ്റ്സ് നമ്മൾ എടുത്ത് നമ്മൾ നല്ല തുണിയിൽ കുറച്ച് ലൂസിലാണ് നമ്മൾ അളവെടുത്തത് കേട്ടോ. അപ്പോൾ ലൈനിങ് ഇട്ട് ചെയ്യുന്നതിനുള്ള ട്രിക്കാണ് പറഞ്ഞു തന്നത്. നമ്മൾ നല്ല മെറ്റീരിയൽ അളവ് കൂടുതലായിട്ട് എടുത്തത്, ലൈനിങ്ങിലാണ് കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റ് ബോഡി മെഷർമെൻറ്റ്സ് നമ്മൾ എടുത്തിരിക്കുന്നത്. എക്സ്ട്രാ എടുത്തിരിക്കുന്നത് നമ്മൾ നല്ല ക്ലോത്തിലാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അതായത് ഒരു സൈഡൊക്കെ നമുക്ക് അങ്ങനെ അത്രയും ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് അങ്ങനെ ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സൈഡൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കഴുത്ത് പെർഫെക്റ്റ് ആവാൻ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഇപ്പോൾ ഈ ഒരു സംഭവം. എന്നിട്ടൊരു കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ ആദ്യം വെച്ചിരിക്കുന്നത്, രണ്ടാമത് വെച്ചിരിക്കുന്നത്, മൂന്നാമത് വെച്ചിരിക്കുന്നതും ഓർഡർ തെറ്റിയാൽ എല്ലാം തെറ്റും കേട്ടോ. ഈ ഓർഡർ ഈ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണേ. അതിനുശേഷം ഇനി നമുക്ക് നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷോൾഡർ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് വെച്ച കാരണം കൊണ്ട് നല്ല തുണിയുടെ മുകളിൽ എക്സ്ട്രാ ക്ലോത്ത് വെച്ചില്ല, അത് നമ്മൾ ഷോൾഡർ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കാണി കൂടുതലിട്ടിട്ട് ലെങ്ത്ത് കൂടുതലിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിന് കേട്ടോ. അത് നമ്മൾക്ക് മറിച്ചിടുന്ന സമയത്തേക്ക് ആ ഭാഗം നമ്മൾ അഴിച്ച് കളഞ്ഞ ശേഷം വേണം അപ്പുറത്തേക്ക് ടേൺ ചെയ്യാനായിട്ട്. ഇപ്പം നല്ല വശം മാത്രം മുന്നിലോട്ട് വരുന്നത്, ബാക്കിയുള്ളത് മുഴുവനും ക്ലോത്തിൻ്റെ പുറകിലോട്ടാണല്ലോ വരുന്നത്. ആ രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ സൈഡ് ഷോൾഡറിൽ നിന്ന് അഴിച്ച ശേഷമാണ് നമ്മൾ അപ്പുറത്തേക്ക് മറിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി കഴുത്ത് ഇങ്ങനെ ചെറുതായിട്ട് ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആലിലെ കഴുത്താണ് ചെയ്യുന്നത്. ആലിലെ കഴുത്ത് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഭംഗി വരുത്താനായിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ താഴത്തേക്ക് നമ്മളൊരു 1/4 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കത്തു നിന്ന് വിട്ടിട്ട് ഒന്ന് താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ റൗണ്ട് കുറച്ച് ആദ്യം നമ്മൾ വരച്ച് നോക്കി, പിന്നെ റൗണ്ട് കുറച്ചും കൂടി റൗണ്ട് സർക്കിൾ കുറച്ച് ഭംഗിയാക്കുന്ന രീതിയിൽ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്യണ മുന്നേ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ജസ്റ്റ് ഒന്ന് വരച്ചു, അപ്പോൾ കുറച്ച് റൗണ്ട് കൂടി നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള സൈഡ് ഒരു ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓടിക്കാൻ വേണ്ടിയിട്ട്, അത് ആ ഭാഗം അഴിച്ച് കളഞ്ഞ ശേഷമാണ് നമ്മൾ അപ്പുറത്തോട്ട് ഇങ്ങനെ എടുത്തിട്ട് തയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് കഴുത്തിൻ്റെ അവിടെ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഒരു 1/4 ഇഞ്ചിൽ ഔട്ടറും കൂടി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് വെച്ചില്ലേ, ലൈനിങ് അല്ലാണ്ട് എക്സ്ട്രാ ക്ലോത്ത് വെച്ചില്ലേ കഴുത്തിൻ്റെ ഭാഗത്ത്, കുറച്ച് പെർഫെക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ട് തുണിക്ക് വെക്കുമ്പോൾ അങ്ങനെ 3 പ്രാവശ്യം എന്ന രീതിയിൽ തുണി വന്നപ്പോഴാണ് നമുക്ക് ആ ഭാഗം, നമുക്ക് കഴുത്തിൻ്റെ ഭാഗം കുറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ട് സർക്കിളിൻ്റെ ഒരു റൗണ്ടിലായിട്ട് ഒരു 2 ഇഞ്ച് അപ്പുറത്തോട്ട് ചുറ്റുവട്ടം വരുന്ന രീതിയിൽ ആക്കിയിട്ട് നമ്മൾ സൈഡ് ഒരു 1/4 ഇഞ്ച് സർക്കിൾ പോലെ ജസ്റ്റ് ഒന്ന് ഓടിക്കാനായിട്ട് തയ്ക്കുക, അല്ലെങ്കിൽ വെറുതെ ഒന്ന് സൈഡ് തന്നെ അടിച്ച ശേഷം ഒന്നുകിൽ തുന്നിയെടുക്കണം കേട്ടോ. നമ്മളിതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തേക്കണത്. അവിടെ ശരിക്കും പറഞ്ഞാൽ തുന്നാണ് വേണ്ടത്, എമ്മയും ചെയ്യുകയാണത് പുറത്തേക്ക് കാണാത്ത രീതിയിൽ തുന്നണം കേട്ടോ. അത് വളരെ ശ്രദ്ധിച്ച് പതുക്കെ തുന്നേണ്ടത്. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആ സർക്കിളിൻ്റെ ഭാഗത്ത്. നമുക്കത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന് ശേഷം നമുക്ക് നല്ല തുണിയും ലൈനിങ്ങും കൂടിയിട്ട് ഒരുമിച്ച് സൈഡൊക്കെ ഒന്ന് എന്താ പറയുക അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് അത് ഒപ്പായിട്ട് നിൽക്കുള്ളൂ, ഈക്വലായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അതിനുശേഷം ബാലൻസ് ഉള്ള ഔട്ടറിലേക്ക് നിൽക്കുന്ന നല്ല തുണികൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അത് ചെയ്തെടുക്കാം. നമ്മൾക്ക് ഒരു ടിപ്പ് തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈനിങ് ഉള്ള ഡ്രസ്സ് അതുപോലെ തന്നെ ട്രാൻസ്പാരൻ്റ് ആയ നെക്ക്, അതപ്പോൾ നമ്മൾ എക്സ്ട്രാ ക്ലോത്തും കൂടി വെച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് കാണാതെ എങ്ങനെ നമുക്ക് ബാക്കും ഫ്രണ്ടും സൈഡ് ഷോൾഡർ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ആ ഒരു ടിപ്പ് നമ്മൾ ഷോർട്സ് വീഡിയോയിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആ ഭാഗം ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ചിങ് ഫുൾ കഴിഞ്ഞിട്ടുണ്ട്, ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് താഴെ ഭാഗത്തേക്ക് ഒരു 2 ഇഞ്ചിൻ്റെ സർക്കിൾ വരച്ചില്ലേ, ആ ഭാഗം നമ്മൾ ഹെമ്മിങ് ആണ് ചെയ്യേണ്ടത്. നമ്മളത് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഫാസ്റ്റായിട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ തെറ്റത്ത് കൂടെ ഹെമ്മിങ് ചെയ്തിട്ട് ആ സ്റ്റിച്ച് അഴിച്ച് കളഞ്ഞാൽ അത് ഓക്കെ ആയിട്ടോ.
അതായത് കുറച്ചും കൂടി ഒരു ടിപ്പായിട്ട് യൂസ് ചെയ്യാം. ചിലത് എടുത്ത് കാണിക്കുന്നത് പോലത്തെ ഉള്ള ഡ്രസ്സിലൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെ അത്രയധികം എടുത്ത് കാണിക്കാത്ത രീതിയിലുള്ള ഡ്രസ്സുകളിലാണെങ്കിൽ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഹെമ്മിങ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ഹെമ്മിങ് ചെയ്യാനൊരു എളുപ്പമുണ്ടായിരിക്കും. അല്ല നമ്മൾ എടുത്ത് കാണിക്കുന്ന ഒരു മെറ്റീരിയൽ വളരെ നൈസ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ സൂചി വീഴുന്ന ഹോൾസൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത്രയധികം എടുത്ത് കാണിക്കുന്ന മെറ്റീരിയലൊന്നും അങ്ങനെ ചെയ്യരുത്. അല്ലാത്തതിനൊക്കെ നമുക്കത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വേഗതയിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ നല്ല എളുപ്പവും നല്ല ഭംഗിയായിട്ടും ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ആ ടിപ്പ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ടിപ്സുകളൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഞാൻ സ്ലീവിൻ്റെ കാര്യം പല പ്രാവശ്യം പറഞ്ഞു. നേരത്തെ കാര്യത്തിൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവും ചെരിഞ്ഞിട്ടുള്ള അളവും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഈ രണ്ടളവും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ യാതൊരുവിധ ടെൻഷനും ഇല്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ സെൻറ്ററിൽ നിന്ന് താഴത്തേക്ക് വീണ്ടും എഗെയിൻ സെൻറ്ററിൽ നിന്ന് വീണ്ടും അപ്പുറത്തെ ഭാഗത്താണെങ്കിലും സെൻറ്ററിൽ നിന്ന് വീണ്ടും താഴത്തേക്കാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്ലീവ് നല്ല രീതിയിൽ പെർഫെക്റ്റായി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും. ഒരു തുണ്ട് പോലും നമുക്കങ്ങനെ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നും വരില്ല. ബാലൻസ് നിൽക്കുക, അപ്പുറത്ത് ബാലൻസ് നിൽക്കുക, ഇപ്പുറത്ത് ബാലൻസ് നിൽക്കുക, അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ. നമ്മൾ ആ എടുക്കുന്ന മെഷർമെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവും ആ ചെരിഞ്ഞിട്ടുള്ള അളവും ഉണ്ടല്ലോ, അത് നമ്മൾ പോയിൻ്റ് ചെയ്ത് മനസ്സിൽ വെക്കണം. 6.25 സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ്, ചെരിഞ്ഞിട്ടുള്ള അളവ് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവിലേക്ക് വന്ന് നിൽക്കേണ്ടത് 7.25. അതെങ്ങനെയാണ് പ്രൊഫഷണൽ രീതിയിൽ സ്ലീവ് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾ അക്സെപ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു 17,000-ന് മുകളിൽ ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഒരുപാട് പേര് ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ കിട്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും കണ്ടു നോക്കി നോക്കൂ. നമ്മുടെ ചാനലിൽ ഉണ്ട്. പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അല്ലാന്ന് വെച്ചാൽ നിങ്ങൾ ചാനലിൽ തപ്പി നോക്കിയാൽ മതി കേട്ടോ, ആ വീഡിയോ കിട്ടും. ഇപ്പോൾ നമ്മളിത് സെൻറ്ററിൽ നിന്ന് താഴത്തോട്ടും പിന്നെ വീണ്ടും മേക്കിംഗ് സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് താഴത്തോട്ടും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മളിപ്പോൾ ഈ ഒരു യോക്ക് പാർട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു ഡ്രസ്സുകളായതുകൊണ്ട് തന്നെ സൈഡ് ആദ്യം നമ്മൾ കൈക്കുഴി ഭാഗം തൊട്ട് വേസ്റ്റ് ഭാഗം വരെയുള്ളത് നമ്മൾ സൈഡ് കറക്റ്റായിട്ട് നമ്മൾ ഷേപ്പ് അടക്കം വെച്ചിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കൈക്കുഴിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കുറച്ച് സ്റ്റിച്ചിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് അത് കെട്ടിട്ടിട്ടല്ല അടിക്കണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുണ്ട് അവിടെ നിന്ന് അഴിച്ച ശേഷം ലൂസാക്കിയ ശേഷം ആണ് നമ്മൾ ഈ സ്ലീവ് വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റോടുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. രണ്ട് ഭാഗം ഈക്വലായിട്ട് വരും കേട്ടോ. അത് അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചുരിദാറൊക്കെ തയ്ക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെയല്ല ചെയ്യാറ്. സ്ലീവ് തയ്ച്ച ശേഷമാണ് സൈഡ് ജോയിൻ ചെയ്യാറ്. പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സുകൾ തയ്ക്കുമ്പോൾ ഇത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആവാനായിട്ട് ഈ ഒരു ടിപ്പാണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്കിത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടിയും ബെറ്ററായി തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് സൈഡ് ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് ശേഷം ഞാൻ ആ ഭാഗം ചെറുതായിട്ടൊന്ന് ലൂസാക്കിയ ശേഷം സ്ലീവ് വെച്ച് കൊടുക്കും. അതിന് ശേഷം സ്ലീവിൻ്റെ ഭാഗത്ത് ഷേപ്പാക്കിയിട്ടൊരു ഷേപ്പ് വരുന്ന ഭാഗത്ത് നിന്ന് ആദ്യം എന്നിട്ട് താഴത്തേക്ക് സ്ലീവിലേക്ക് ഭാഗത്തേക്ക് സ്ലീവിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അളവ് എത്രയാണോ അതിലേക്ക് ഷേപ്പ് വരച്ചിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾക്ക് പെർഫെക്ഷൻ കൂടുക കേട്ടോ. പിന്നെ സ്ലീവ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കേർവ് ഷേപ്പ് ഉള്ളോട്ട് വരുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് സ്ലീവിന് പെർഫെക്റ്റ് ആക്കാൻ ഏറ്റവും പെർഫെക്റ്റ് കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെറുതായിട്ട് ഒന്നില്ലെങ്കിൽ ആദ്യം വരച്ചു നോക്കാം, ആ ഒരു ഷേപ്പിൽ എങ്ങനെ പറ്റുമെന്ന് ചെറിയൊരു ഷേപ്പ് ഉള്ളിലോട്ട് കയറി ചെയ്യുന്ന രീതിയിൽ ചെയ്ത് നോക്കുക. അല്ലാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ വരും. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. നമുക്ക് സ്ലീവ് ഓപ്പണിങ് അടയാളപ്പെടുത്തിയ ശേഷം പിന്നെ ഒരു 4 ഇഞ്ച് എക്സ്ട്രായും കൂടിയും അടയാളപ്പെടുത്തുമല്ലോ. 2 ഡബിൾ സ്റ്റിച്ച് ചെയ്യണമല്ലോ സൈഡൊക്കെ. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ആദ്യം വരച്ച് നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ ഷേപ്പ് കൃത്യമായിട്ട് ആയില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഷേപ്പാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. വരച്ചപ്പോൾ അത്ര വലിയ ലുക്കൊന്നും വന്നില്ല. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ചെയ്തപ്പോൾ വരച്ചപ്പോൾ അത്രയധികം ഭംഗിയായി തോന്നിയില്ല കേട്ടോ. എന്നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ആ ഒരു ഷേപ്പിലേക്ക് വരുന്ന രീതിയിലേക്ക് ഷേപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ ഭാഗം രണ്ടും ഒപ്പാക്കി വെച്ചിട്ട് അത് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി ചെയ്യും. 2 പ്രാവശ്യം ഞാൻ ചെയ്യും കേട്ടോ. കൂടുതലും നമ്മൾ ആ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ചെയ്ത് വരിക. ആ ഷേപ്പിൻ്റെ ഭാഗത്ത് സെൻറ്ററിൽ നിന്ന് തൊട്ട് ചെയ്ത് വരും. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും അത് തയ്ച്ച് എടുക്കാനായിട്ട് എളുപ്പമുള്ളൂ കേട്ടോ. അവിടെ നിന്നിട്ട് ചെയ്ത് വരും. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് ഈ സ്ലീവിൽ നമ്മൾ തുമ്പുവശം നമ്മൾ മടക്കി തയ്ക്കണമൊന്നുമില്ല. ഇത് തേരുവശം ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാതിരുന്നത്.
സ്റ്റിച്ചിങ് നമുക്കിപ്പോൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റാവുന്നൊരു ടിപ്പ് പറയാം. നമുക്കെപ്പോഴും ബാലൻസ് നിൽക്കുന്ന എന്താ പറയുക, നൂലുണ്ടല്ലോ, അത് അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയുമ്പോൾ കുറച്ചും കൂടിയും പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് നല്ലൊരു സമാധാനമാണ്, പിന്നെ ലാസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കേണ്ടതില്ല. കൃത്യമായ അളവ് മെഷർ ചെയ്യണം. ഷേപ്പിൻ്റെ ഭാഗത്ത് മെഷർമെൻറ്റ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എടുത്ത ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് 2 സൈഡ് ഭാഗത്തിൻ്റെ അളവ്, അത് കഴിഞ്ഞ് വീണ്ടും എഗെയിൻ ഒരു സെൻറ്ററിൻ്റെ അളവ്, അങ്ങനെ ഒരു നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തിൽ തന്നെ സെൻറ്റർ, ബാക്ക് പാർട്ടിൻ്റെ സെൻറ്റർ, അവിടെയൊക്കെ ഒരു നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ് ഫ്ലീറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം എത്ര തുണിയുണ്ടോ അതിന് നമ്മൾ ഒരുപാട് പാർട്ടായിട്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയുക, ഇതേപോലെ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് എത്രത്തോളം പ്ലീറ്റ്സ്, അതായത് ബോക്സ് പ്ലീറ്റിലേക്ക് വരണം, എത്ര പ്ലീറ്റ്സ് ഫ്രണ്ടിൽ വരണം, അതൊക്കെ ഒരു നമ്മൾ ഏകദേശ കാൽക്കുലേഷനിലാണ് നമ്മൾ ഇത് ചെയ്യണേ കേട്ടോ. ഫ്രണ്ടിലോട്ട് നമ്മൾ 4 പ്ലീറ്റ്സ് എന്ന രീതിയിലേക്കും ഇതിൽ അങ്ങനെ ആ ഒരു രീതിക്കാണ് നമ്മൾ എടുത്തത് കേട്ടോ. ബാക്കിലേക്ക് 4 പ്ലീറ്റ്സ് ആയപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് 6 പ്ലീറ്റ്സ് ആയിട്ട്, പ്ലീറ്റ്സിൻ്റെ അകലം കുറച്ചിട്ട് ആണ് നമ്മളെടുത്തത്. ചെയ്യാനൊരു എളുപ്പപ്പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ബോക്സ് പ്ലീറ്റ് ആണ് ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് വെച്ചാൽ സെൻറ്ററിൻ്റെ പകുതിയിൽ നമ്മൾ മൊത്തം ടോട്ടൽ എടുത്തതിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ ആ 2ആയി ഡിവൈഡ് ചെയ്തതിൽ തന്നെ വീണ്ടും വീണ്ടും അതിൻ്റെ പകുതിന് വീണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആ പകുതിയിൽ തന്നെ 2 ബോക്സ് പ്ലീറ്റ് വരണം ഒരു സൈഡിലേക്ക്, അപ്പുറത്തെ സൈഡിലേക്ക് 2 ബോക്സ് പ്ലീറ്റ് വരണം. ആ ഒരു രീതിക്കാണ് ചെയ്തത്. സൈഡ് ആദ്യം ജോയിൻ ചെയ്ത് ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചു, ഒരു സൈഡിൽ നമ്മൾ ആ ഒരു യോക്ക് പാർട്ടിനോട് കൂടി സ്റ്റിച്ച് ചെയ്ത് വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലീറ്റ്സുകളൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. ബാക്ക് പാർട്ടിലേക്ക് ഒരു സൈഡിലോട്ട് 3, അപ്പുറത്തെ സൈഡിലോട്ട് 3, അങ്ങനെ ബോക്സ് പ്ലീറ്റ് അങ്ങനെ വരുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ആ ഉള്ള ക്ലോത്തിൻ്റെ മറ്റേ ഭാഗത്തിൻ്റെ പകുതി വശം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഒരു ഭാഗത്തേക്ക് അതിൽ 3 പ്ലീറ്റ്സ് ബോക്സ് പ്ലീറ്റ് ഒരു സൈഡിലേക്കും അപ്പുറത്തേക്ക് 3 പ്ലീറ്റ്സും, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ അതിന് വള്ളി വെച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വീട്ടിലിങ്ങനെ സാരിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലത്തെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ വരുമാനം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഷോപ്പിൽ തന്നെ ഇത് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക.